ഞാൻ എപ്പോഴും പറയണ ഇത് ക്രിഞ്ചാവും. സോ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരന് സ്വന്തമായിട്ടൊരു ഇൻട്രോ പോലും പറയാനുള്ള വിവരമില്ല. അതിനും എന്റെ തന്നെ വീഡിയോ എടുത്താൽ അങ്ങനെ ഇൻട്രോ ആക്കണം. ഓ ബ്രാ, ഞാൻ വിചാരിച്ച എനിക്ക് തിരിച്ച് റോസ്റ്റ് കിട്ടുന്നു. കുട്ട നിന്റെ റോസ്റ്റ് ഒക്കെ കൊള്ളാം. പക്ഷെ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിന്റെ എഡിറ്റ് എന്തുകൂടാ അറിയണമെന്നുണ്ടോ എന്നിങ്ങനെ അറിയില്ലെന്ന് പറയുന്ന വലിയ തെറ്റൊന്നും അല്ല. അത് ഇപ്പം ആരെയാണെങ്കിലും നമുക്കും അറിയാത്ത കുറെ ആൾക്കാർ ഈ ലോകത്ത് കാണും. അതൊന്നും വലിയ കുറ്റമൊന്നുമല്ല. എങ്കിലും അറിയത്തില്ലെന്ന് പറയുന്നതാണ്. റാപ്പൊക്കെ പാടുന്ന ജാസി ഗിഫ്റ്റിനെ അറിയാതിരിക്കുവോ വേടനെ? വിക്കി അവൻ കാര്യം പറയാൻ അരമണിക്കൂർ എടുക്കുമല്ലോ. ഒരിക്കലുമില്ല. ഞാൻ പരിശോധിച്ച് നോക്കി, ഇപ്പം ഞാനങ്ങ് ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ നല്ല വളർന്നു വരേണ്ട ചാനലാ. പക്ഷെ എന്തോ പറയാനാ, പതുക്കെ അങ്ങ് മുരടിച്ചു പോയി. വളർച്ച മുരടിച്ച ആള് തന്നെയാടാ, സമ്മതിച്ച്. വളർച്ച മുരടിച്ച ആള് തന്നെയാ. അണ്ണന്റെ ബോഡി വെയിറ്റ് ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ട് കേളിയും. കുറച്ച് അഹങ്കാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. വേടന്റെ കുറച്ച് നല്ല കാര്യങ്ങൾ വേടന്റെ കുറച്ച് നല്ല കാര്യങ്ങൾ ഓൺ പറയൂ. അണ്ണനുണ്ടല്ലോ കണ്ടന്റ് ക്രിയേഷനിൽ ഇത് തുടങ്ങി ഇത്തിരി ആളായപ്പോഴേക്കും റീച്ച് കിട്ടി. അണ്ണൻ വലിയ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. നെക്സോ വിയാൻ അല്ല, നെക്സോ വയാൻ അല്ലെങ്കിൽ നെക്സോ വിയൻ, അത് രണ്ടും നോക്കി. ഇതെന്ത് നെക്സോ വയാന്? നെക്സോവിയാന, നെക്സോ വയാന, നെക്സോ അയാന. പ്രോപ്പർ പേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആളെ കൊള്ളുന്ന പേരൊക്കെ ഇട്ടാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. തൊള്ളയെ കൊള്ളാത്ത പേരൊക്കെ ഇട്ടാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അറിയില്ലെന്ന് പറയുന്ന വലിയ തെറ്റൊന്നും അല്ല. അതാണ് നല്ല വളർന്നു വരേണ്ട ചാനലാ. പക്ഷെ എന്തോ പറയാനാ, പതുക്കെ അങ്ങ് മുരടിച്ചു പോയി. കുറച്ച് മുരടിച്ചത്. അതായത് കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് ഞാൻ ഒരു ഹോൾ ആസ്പെക്ട് ചെയ്യാൻ നിനക്ക് പറഞ്ഞുതരാം. ക്രിയേഷൻ യൂട്യൂബിലാണെങ്കിൽ സ്പെസിഫൈ ഒരു ജോണറിൽ അങ്ങ് ചെയ്തു പോകുന്ന ഒരേ ജോണറിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പോണവർക്ക് നല്ല റീച്ച് ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു മൾട്ടിപ്ലൈഡ് ആയിട്ടുള്ള ആസ്പെക്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടി എൽ എന്ന് പറഞ്ഞ ഫിറ്റ്നസ് പേജ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. ഡ്യൂഡ്ലെക്സ് സ്റ്റാർ എന്ന് പറഞ്ഞ ഇതുണ്ട്. ആ പേജും ഡ്യൂഡ്ലെക്സ് സ്റ്റാർ എൻഷമോഗർ കൊളാബ് ചെയ്തിട്ട് ഇപ്പൊ കണ്ടന്റ് എല്ലാം ചെയ്യാറ്. ബേസിക്കലി മീം പ്ലസ് ഡാർക്ക് കോമഡി, അഡൽട്ട് കോമഡി, അത് ജോണറിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒപ്പം തന്നെയാണ് ഞാൻ കണ്ടന്റ് ക്രിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്റെ ഓഡിയൻസ് എനിക്കുള്ള ചവറ ഓഡിയൻസ് ആണ്, ക്വാണ്ടിറ്റി ഓഡിയൻസ് ആണ്. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ തിയറി എനിക്ക് മനസ്സിലാവും. ഞാൻ ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാവോടെ, നീ മണ്ടനാണോ അതോ മരവണ്ടനാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നീ പറയും ബാഡ് സിറ്റിയുടെ ഒക്കെ പണ്ട് എനിക്ക് കിട്ടിയ റോസ്റ്റ് എന്റെ എഡിറ്റിംഗ് അന്നത്തെ കൊള്ളില്ലായിരുന്നു. അന്നത്തെ അല്ല, ഞാൻ പറഞ്ഞ പ്രസന്റ് സിറ്റുവേഷനില്ല. ഞാൻ കുറെ നാളെ കണ്ടന്റ് ക്രിയേഷൻ ഇൻഡസ്ട്രിയിലുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ വളർന്നില്ല എന്നുള്ളത് വെച്ചിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ടെസ്ലിൻ എന്ന സിനിമയില് വളർന്നത് ഒരു 8 കൊല്ലത്തിനുള്ളിലാണ്. 8 or 7 കൊല്ലം എടുത്തിട്ട് അദ്ദേഹം ഒരു അത്യാവശ്യം നല്ലൊരു തമിഴ്നാട്ടിൽ അങ്ങനെ പല ഏരിയയിലും നല്ലൊരു റീച്ച് ഉള്ള ഒരു ആക്ടറായി മാറി. എന്നാൽ ജോജു ജോർജ് കരിയറിൽ വന്നിട്ട് ഏകദേശം 25-26 കൊല്ലം ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഒരു പൊസിഷൻ ഉണ്ടാക്കിയത്. ഇത് ആക്ടിങ്ങുമായിട്ടൊക്കെ എന്തിനാണ് കമ്പയർ ചെയ്യണതെന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, ഒരു ഫീൽഡിൽ നമ്മൾ സക്സസ്ഫുൾ ആവുന്ന ചിലർ സക്സസ് ഉണ്ടാക്കും, ചിലർ പയ്യെ സക്സസ് ഉണ്ടാക്കും. പക്ഷെ ഞാനൊരു ഇംഗ്ലീഷിലൊരു ടേം പറഞ്ഞുതരാം. ഏർലി സക്സസ് ക്രിയേറ്റ്സ് ഈഗോ ആൻഡ് ലേറ്റ് സക്സസ് ക്രിയേറ്റ്സ് ക്യാരക്ടർ. ഓക്കെ, and you fucking bitch doesn't even know fucking asses how to edit, how to make content on creative aspect and something which is really really important for content creation. Okay, ഇല്ല, ഞാൻ വാങ്ങിയ ചക്കയൊന്നും കണ്ടിട്ടില്ല, സമ്മതിച്ച്. 3 നാളെ തൊട്ട് മാവിലും പ്ലാവിലും ഒക്കെ കയറിയിരുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ വെച്ചെങ്കിട്. ഹായ് വീഡീസ്, അപ്പോൾ നമ്മുടെ അഗ്രോ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് മാവ്. ഇതിൽ മാങ്ങയില്ല കേട്ടോ, ഇതിൽ മാങ്ങയില്ല, കാരണം ഇതൊക്കെ കൊഴിഞ്ഞു പോയി. കേസ് കാണുന്നില്ലേ കേസ്? അവിടെ നിൽക്കുന്ന ഒരു ചെറിയ സാധനം, ഇതാണ് കേസ് ചക്ക. എങ്കിലും അറിയത്തില്ലെന്ന് പറയുന്ന